വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് ഇവനെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ലീഗൽപരമായിട്ട് എന്ത് സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കൊണ്ടിട്ട് പോയിട്ട് കൗൺസിലിംഗ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അതൊന്നും വേണ്ട, എനിക്ക് ഇനി തീരെ താല്പര്യമില്ല. കാരണം ഇവന് ദേഹോപദ്രവത്തിന് പുറമെ ഈ രാത്രി കാലങ്ങളിലൊക്കെ വന്നിട്ട് ലൈംഗികമായിട്ടും ഭയങ്കര ഉപദ്രവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇപ്പോൾ ഒരു മോളുണ്ട്, മോളെ കൂടെ ഞാൻ നല്ല നിലക്ക് മോളെ കൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്നുള്ളൊരു ഇതാണ്. അത്രയും പ്രയാസത്തിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞ മാസം 28-ന് ഷിബില താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിക്ക് പിന്നാലെ പോലീസ് വിളിപ്പിക്കുകയും ഈ പ്രതിയായ യാസറിനെയും ഷിബിലയെയും വിളിപ്പിക്കുകയും പോലീസ് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്തു. അന്ന് ഈ ഷിബില കുറച്ച് വിവരങ്ങൾ പങ്കുവച്ചത് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തകയായിട്ടുള്ള ഒരാളോടാണ്. അയാൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അന്ന് ഷിബില പറഞ്ഞ കാര്യങ്ങൾ? ഷിബില എപ്പോഴും ഇവന് അക്രമം ആണ് ഉണ്ടാവല്. ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തോളം നല്ല നിലക്ക് ജീവിച്ച് പോന്നിട്ടുണ്ട്. അതിനുശേഷം എപ്പോഴും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യും. മദ്യപിച്ചൊക്കെ വന്നിട്ട് എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഇവർ വേറെ മാറി താമസിച്ചതായിരുന്നു, തനിച്ചാണ് താമസിക്കുന്നത്. പിന്നീടാണ് വീട്ടിലേക്ക് ഇവൻ്റെ അക്രമം കാരണം ഇവർ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് ഇവനെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ലീഗൽപരമായിട്ട് എന്ത് സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, നമുക്ക് സൈക്കാട്രിസ്റ്റിനെ കൊണ്ടിട്ട് പോയിട്ട് കൗൺസിലിംഗ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അതൊന്നും വേണ്ട, എനിക്ക് ഇനി തീരെ താല്പര്യമില്ല. കാരണം ഇവന് ദേഹോപദ്രവത്തിന് പുറമെ ഈ രാത്രി കാലങ്ങളിലൊക്കെ വന്നിട്ട് ലൈംഗികമായിട്ടും ഭയങ്കര ഉപദ്രവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അത് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇപ്പോൾ ഒരു മോളുണ്ട്, ആ മോളെ കൂടെ ഞാൻ നല്ല നിലക്ക് മോളെ കൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്നുള്ളൊരു ഇതാണ്. അത്രയും പ്രയാസത്തിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഇവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ഇത്താനോട് കൂടി പറഞ്ഞു, പോലീസിനോട് എന്താണ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇത്താനോടും കൂടി പറഞ്ഞു. അങ്ങനെയായിരുന്നു. പിന്നെ ദേഹോപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് കൂടുതലും പറഞ്ഞത്. പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് എനിക്ക് വൈകൃതം കാണിക്കുന്നുണ്ട്. അതാണ് തീരെ പറ്റാത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച് എന്തെങ്കിലും അതും മദ്യപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലോണം മദ്യപാനുണ്ട്, അപ്പം ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടിക്ക് അറിയില്ല? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല, മദ്യപിക്കാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടാക്കിയത് ആ പരാതി ചിലപ്പോൾ അവനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അറിയില്ല, അവനപ്പോഴും അവൾ എൻ്റെ കൂടെ വരണം, ഞാനിനി ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവൾ തീരെ പോകാൻ തയ്യാറല്ല. അവൾ കരയുന്നുണ്ടായിരുന്നു, ഭയങ്കര കരച്ചിൽ. ഞാൻ അവൻ്റെ കൂടെ പോകില്ല, ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് തന്നെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അന്ന് കണ്ടത്. തൽക്കാലം ആവശ്യപ്പെട്ടിരുന്നത് എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അവൾ വീട്ടിൽ തന്നെ പോയി അവളെ വീട്ടിൽ തന്നെ ഉപ്പൻ്റെ ഉമ്മൻ്റെ കൂടെ താമസിച്ചതിന് ശേഷം കുറച്ച് താമസിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാം, ഇനി ലീഗൽപരമായിട്ട് സപ്പോർട്ട് തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീഗൽ എയ്ഡിൽ നമുക്ക് എന്ത് സഹായം. സെലീന എന്നാണ് ഇവരുടെ പേര്. ലീഗൽ സർവീസ് സൊസൈറ്റി അതോറിറ്റിയുടെ പ്രവർത്തകയാണ്. ഇവരാണ് ഈ സാധാരണ ആളുകൾക്കൊക്കെ നിയമസഹായം കൊടുക്കുക, ആ രീതിയിലുള്ള നിയമസഹായങ്ങൾ കൊടുക്കലായിരുന്നു ഇവരുടെ ഒരു സേവനം എന്ന് പറയുന്നത്. ഇവർ ആ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ഇവരോടാണ് ഷിബില ഈ പരാതി ഈ പോലീസിനെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങിയ ശേഷം വിവരങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത്. അവരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ക്യാമറമാൻ രാജേഷ് വടകരക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.